നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ ദുരൂഹതകളേറെയാണ്. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെയുണ്ടായ സമ്മർദ്ദമാണ് മരണകാരണമെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. കേവലം നികുതി പരിശോധനയുടെ പേരിൽ റോയിയെപ്പോലൊരു വ്യക്തി ജീവിതം അവസാനിപ്പിക്കുമെന്ന ചോദ്യമാണ് പ്രസക്തം. ആദായനികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്ന ഓഫീസിലേക്ക് റോയ് തോക്ക് കൊണ്ടാണോ വന്നത്, അതോ ചേംബറിൽ തോക്ക് സ്ഥിരമായി സൂക്ഷിക്കാറുണ്ടായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളും അവശേഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ: ആദായനികുതി വകുപ്പ് നികുതി വെട്ടിപ്പ് അന്വേഷിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളും ആത്മഹത്യ ചെയ്തതായി കേട്ടിട്ടില്ല. പക്ഷേ ആദായനികുതി വകുപ്പ് പരിശോധനയ്ക്കിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് സ്വയം ജീവനൊടുക്കി. എന്തിന്? CJ റോയ് മരിച്ചു. കോൺഫിഡന്റ് ബിസിനസ് സാമ്രാജ്യത്തിൽ തലസ്ഥാനത്ത് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സ്വയം വെടിവെച്ചു മരിച്ചു. ഇതാണ് വസ്തുത. CJ റോയ് എന്തിന് അവിടെ വെച്ച് ആ സമയത്ത് മരിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഏതാണ്ട് 3 മണിക്കാണ് മരണദിനത്തിൽ റോയ് ഓഫീസിലെത്തിയത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനാണ് എത്തിയതെന്നാണ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് പറയുന്നത്. അതിനിടയിൽ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റോയ് തൻ്റെ ചേംബറിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് ക്യാബിന് മുന്നിലെത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കയറ്റിവിട്ടില്ല. ആരും കയറ്റിവിടരുതെന്ന ആജ്ഞ നൽകിയാണ് റോയ് അകത്ത് കയറിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ജോസഫിനോട് പറഞ്ഞതായി ജോസഫ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആദായ മാർഗ്ഗങ്ങളെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുകയായിരുന്നു. അതൊരു പുതുമയുള്ള കാര്യവുമല്ല. വരുമാന വർധനവുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വരുന്നത് സ്വാഭാവികമായ കാര്യമാണ്. സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് കളിക്കാർ, അഭിഭാഷകർ, ഡോക്ടർമാർ, വ്യാപാര വാണിജ്യ പ്രമുഖർ എന്ന് തുടങ്ങി ആകർഷകമായ വരുമാനമുണ്ടാക്കുന്ന ആരും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ വരും. ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർ പിഴ ചുമത്തും. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കോടതി വിധി പ്രകാരമുള്ള തുക അടയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ നോക്കി നടത്താൻ അഭിഭാഷകരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും അടങ്ങുന്ന സംഘവും ഈ കൂട്ടർക്കുണ്ടാകും. ആദായ നികുതി വകുപ്പ് നികുതി വെട്ടിപ്പ് അന്വേഷിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളും ആത്മഹത്യ ചെയ്തതായി കേട്ടിട്ടില്ല. ആദായ നികുതി വകുപ്പിന്റെ ഏത് അന്വേഷണവും പിഴയടച്ച് അവസാനിപ്പിക്കാവുന്ന കാര്യം മാത്രമാണ്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നടന്നാൽ തകർന്നു പോകുന്നതാണ് തൻ്റെ അഭിമാനമെന്ന് കരുതുന്ന ഒരു ലോല മനസ്കനാണ് CJ റോയ് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള ആരും പറയില്ല. ഒരു കൃഷ്ണൻ നമ്പൂതിരി നടത്തിയിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന നിർമ്മാണ കമ്പനിയുടെ കീഴിൽ PR പണി ചെയ്തിരുന്ന വ്യക്തിയാണ് റോയ്. അവിടെ നിന്നാണ് റോയ് തൻ്റെ സാമ്രാജ്യത്തിന് തുടക്കമിട്ടത്. അധ്വാനവും ഭാഗ്യവും റോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. റോയിയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. മാധ്യമങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന പരസ്യദാതാവായി റോയ് അറിയപ്പെട്ടു. പലപ്പോഴും നഷ്ടത്തിലോടുന്ന ചാനലുകളെ പിടിച്ചു നിർത്തിയതും റോയ് തന്നെയായിരുന്നു. ഉണ്ടചോറിന് മാധ്യമങ്ങൾ നന്ദി കാണിച്ചു. റോയിയുടെ മരണത്തിന് അവർ ഉടൻ ഉത്തരവാദിയെ കണ്ടെത്തി. വില്ലൻ ആദായ നികുതി വകുപ്പ് ജീവനക്കാരാണ്. അവരുടെ അന്വേഷണമാണ് റോയിയുടെ ജീവനെടുത്തതെന്നും പറഞ്ഞവർ വിധി എഴുതി. കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ മുഖ്യധാര മാധ്യമ ചാനലുകൾ കുറ്റവാളിയെ കണ്ടെത്തി അവർ തിന്ന ചോറിന് നന്ദി അറിയിച്ചു. റോയ്ക്കുള്ളതായി പറയപ്പെടുന്ന ആസ്തിയുടെ ഒരു ചെറിയ വിഹിതം അടച്ചാൽ തീരാവുന്നതാകും ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് ചുമത്താവുന്ന ഏത് പിഴയും. ഇക്കാര്യം അറിയാത്ത ആളല്ല റോയ്. ഇക്കാര്യത്തിൽ ആളും അർത്ഥവും നൽകി സഹായിക്കാൻ റോയ്ക്ക് സഹായികളുമുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാക്കാവുന്ന മാനഹാനിയും എത്രയാണെന്ന് നിശ്ചയമുള്ള വ്യക്തിയാണ് റോയ്. സ്വാഭാവികമായും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷ നേടാനായി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതുന്ന ദുർബലനാണ് റോയ് എന്ന് കരുതുന്നത് റോയ് അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് റോയ് എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടെത്തുക തന്നെ വേണം. അതിന്റെ ഉത്തരവാദിത്തം ആദായ നികുതി വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് യഥാർത്ഥ കാരണം കണ്ടെത്താതിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് ന്യായമായും കരുതാവുന്നതാണ്. തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് തന്നെ മരിക്കാൻ റോയ് എന്തുകൊണ്ട് തീരുമാനിച്ചു? വെടിവെച്ച് മരിക്കാനായി തോക്കും കരുതിയാണ് റോയ് അവിടെ എത്തിയതെന്ന ചോദ്യവും അവശേഷിക്കുന്നു. തോക്കുമായിട്ടല്ല റോയ് വന്നത് എന്ന് സങ്കല്പിച്ചാൽ തോക്ക് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഉയരുന്ന ചോദ്യം തൻ്റെ ചേംബറിൽ സ്ഥിരമായി റോയ് തോക്ക് സൂക്ഷിക്കാറുണ്ടോ എന്നതാണ്. ഇനി തോക്കും കൊണ്ടാണ് റോയ് വന്നതെങ്കിൽ സഞ്ചാരവേളകളിലെല്ലാം റോയ് തോക്ക് സൂക്ഷിച്ചിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാൻ ചെല്ലുമ്പോൾ മാരകായുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നതും നിയമവിരുദ്ധമായ കാര്യമാണ്. ആദായ നികുതി വകുപ്പിനൊപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിയെ പരിശോധിക്കാതെയാണ് ഉള്ളിലേക്ക് കടത്തിവിട്ടത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സാധൂകരിക്കുന്നത്. റോയിയുടെ കയ്യിൽ തോക്ക് എങ്ങനെയാണ് എത്തിയതെന്നതും അന്വേഷണം അർഹിക്കുന്നു. റോയിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ ബലി നൽകി സംരക്ഷിക്കേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ചോദിക്കാതിരിക്കാനാകില്ല. അതിന് മറുപടി കിട്ടുക തന്നെ വേണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.